ഒരു സിനിമയുടെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമാണ് അതിനകത്ത് താരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത് മലയാള സിനിമയുടെ മാത്രം പ്രശ്നമല്ലല്ലോ. ലോക സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടാവുന്നത്? മലയാള സിനിമയിലെ അല്ലെങ്കിൽ ലോക സിനിമയിലെ താരങ്ങൾ ഉണ്ടാവുന്നത് അവരുടെ താരമൂല്യം ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതുകൊണ്ടിട്ടാണ്. മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെയോ അല്ലെങ്കിൽ പുതിയ തലമുറയിലെ പുതിയ താരങ്ങളുടെയോ തല വെച്ച് പോസ്റ്ററുകൾ ഇറക്കുമ്പോൾ അവരുടെ സിനിമകൾക്ക് ഫസ്റ്റ് ഡേ തൊട്ട് തിയേറ്ററിൽ ജനം കയറുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് പൈസ കൊടുക്കാൻ പ്രൊഡ്യൂസർ തയ്യാറാവുന്നത്. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തലപ്പത്തിരിക്കുന്ന ഈ ആൾക്കാരൊക്കെ തന്നെ സുരേഷ് കുമാർ സാറൊക്കെ ആണേ പോലും 6 തമ്പുരാൻപുറത്തെ സിനിമകൾ എടുത്തിട്ടുള്ളതല്ലേ. ലാലേട്ടന്റെ കച്ചവടത്തെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ അല്ലേ പുള്ളിയെ. എത്ര സൂപ്പർ ഹിറ്റ് പടങ്ങളാണ് പുള്ളി എടുത്തിട്ടുള്ളത് ലാലേട്ടനെ വെച്ചിട്ട്. അപ്പൊ അന്നൊന്നും ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അന്നൊന്നും സിനിമയുടെ സൂപ്പർ സ്റ്റാറുകൾ വാങ്ങിക്കുന്ന പൈസകളെ കുറിച്ച് ഇവർക്ക് പരാതിയോ ഒന്നുമില്ല. കാരണം എന്താ, അവർ പ്രൊഡ്യൂസ് ചെയ്ത് ലാഭം ഉണ്ടാക്കിയതുകൊണ്ട്. ഇന്നിപ്പോ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പുതിയ തലമുറയിലെ ആൾക്കാരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനവർ ഉപയോഗിക്കുന്ന പുതിയ താരങ്ങളെയാണ്. ആ സിനിമകൾ പലതും ഹിറ്റുമാണ്. ഇവർ ജനുവരിയിൽ ഇറങ്ങിയ കുറെ പടങ്ങളുടെ കണക്ക് ഇറക്കുകയുണ്ടായി. പടം ഇറങ്ങി 3-ാമത്തെ ദിവസം ഇറങ്ങിയ പടങ്ങളുടെ വരെ പേര് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ചില ആരും അറിയാത്ത പടങ്ങളുടെ പേരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ജനങ്ങളുടെ മുമ്പിൽ പൊടിവാരിയിട്ട് താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നതുകൊണ്ട് മാത്രമാണ് സിനിമകൾക്ക് പരാജയം സംഭവിക്കുന്നതെന്ന് ഒരു സത്യമല്ലാത്തൊരു സത്യവിരോധമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അതിലൂടെ അമ്മ സംഘടനയെ കുറ്റപ്പെടുത്തുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, നിർമ്മാതാക്കളുടെ സംഘടന, അവർ കഴിഞ്ഞ വർഷം നമ്മുടെ വന്നിട്ട് പറയുകയാണ് അവരുടെ സംഘടനയ്ക്ക് ഒരു ഓഫീസ് വേണം, ഒരു കെട്ടിടം പണിയണം, അതിന് പൈസ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ അമ്മ തന്നെയാണ് 1 കോടി രൂപ അവർക്ക് കൊടുത്തത്. ഇതൊന്നും പുറത്ത് പറയേണ്ട കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഇത്രയും നാളും മിണ്ടാതിരുന്ന. പക്ഷെ ഇപ്പം അവർ പറയിക്കുന്നതാണ് നമ്മളെ കൊണ്ട്. ഈ 1 കോടി രൂപ അവർക്ക് കടമായിട്ട് നമ്മൾ കൊടുത്തിട്ട് 40 ലക്ഷം രൂപ ഇന്നും തിരിച്ചു തരാനുണ്ട്. ആലോചിച്ച് നോക്കണം. അതിനുശേഷം അവർ വീണ്ടും വരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ നമുക്കൊരു ഷോ വെക്കണം, ഓഗസ്റ്റ് അല്ല ഫെബ്രുവരി മാസത്തിൽ നമുക്കൊരു ഷോ വെക്കണം, കുവൈറ്റിൽ ഖത്തറിൽ വെക്കണം. അതിന് ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഫ്രീ ആയിട്ട് വന്ന് ഷോ ചെയ്തു തരണം. അമ്മയുടെ കടം തീർക്കാൻ, അമ്മയുടെ അല്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കടം തീർക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾക്കൊരു 2-2.5 കോടി രൂപ കടമുണ്ട്, അതിന് അമ്മ സഹകരിക്കണം. ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളെല്ലാം സഹകരിച്ചില്ലേ? അമേരിക്കയിലായിരുന്ന ശ്രീ മോഹൻലാൽ, ലാലേട്ടനൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് ഖത്തറിൽ വന്നു കഴിഞ്ഞപ്പം ഇവർ ആ ഷോ നടത്താൻ ഇവരെ കൊണ്ടായില്ല. ആ ഷോ പരാജയപ്പെട്ടു പോയി ഖത്തറിൽ. നിങ്ങളൊക്കെ ചാനലുകാർക്ക് അറിയാവുന്ന വസ്തുതയാണ്. അതിനുശേഷം അവർ വീണ്ടും വന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കടം തീർക്കണം, നിങ്ങൾ ഒന്നുകൂടെ സഹായിക്കണം. അങ്ങനെ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇതേ സൂപ്പർ സ്റ്റാറുകൾ, ഈ ലാലേട്ടനായാലും മമ്മൂക്കയായാലും എല്ലാവരും വന്നിട്ട് മനോരമയ്ക്ക് ഒരു ഷോ ചെയ്ത് കൊടുത്തിട്ട് ഏതാണ്ട് 4 കോടി രൂപ കിട്ടിയതിൽ 2 കോടി 60 ലക്ഷം, ഏതാണ്ട് 60% വരുന്ന പൈസ, 60, 65, 70% വരുന്ന പൈസ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണ് മേടിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ അമ്മയുടെ ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട് അവർ ഷോ ചെയ്തുകൊണ്ട് അതിന്റെ ഗുണഭോക്താവായിട്ടുള്ള സംഘടനയാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. അമ്മയുടെ താരങ്ങളെ വെച്ചുകൊണ്ട് സിനിമ എടുത്തുകൊണ്ട് അതിലൂടെ കോടികൾ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തലപ്പത്തിരിക്കുന്നത്. പിന്നെ ഇവരിപ്പോ പറയുന്ന കാരണം എന്താണ്? അതൊന്നുമല്ല. മലയാള സിനിമയെ തകർക്കാൻ അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇപ്പൊ സിനിമകൾ വരുന്നില്ല.